ഈ സുനിൽ എവിടെ പോയി കിടക്കണ്ടേ? ആർക്കറിയാം. ഓ 100 ആയുസ് ദോ പറഞ്ഞു. ഒന്ന് വേഗം വാടാ. അവന്റെ ഒരു കാര്യം ഒരു സ്ഥലത്തും കറക്റ്റ് സമയത്ത് വരൂല. ദിനേശ എന്തുവാടാ സാധനം എടുക്ക്. നിന്റെ മോഹം എന്തോ വല്ലാതിരിക്കുന്നു. യാത്രാ ക്ഷീണമായിരിക്കും. ഏയ് അതല്ലടാ, പിന്നെ ഒരു മൂടില്ലടാ. എന്തു പറ്റി? വയറിനൊരു സുഖമില്ലാത്ത പോലെ. ക്ലൈമറ്റ് മാറിയതിൻ്റെ ആയിരിക്കുമടാ. നീ അച്ചാറും മിച്ചാറും കൂടി ഒന്ന് അടിച്ചേ, എല്ലാം മാറിക്കോളും. ആടി പോളി. എൻ്റെ പൊന്നളിയ, നീ അച്ചാറിൻ്റെ ഡേറ്റ് ഒന്ന് എടുത്ത് പോയിക്കോ. എനിക്കൊരു ദിവസം മുട്ടം പണി കിട്ടിയതാ. ഒന്നല്ല എല്ലാം ഉണ്ടല്ലോ. മാനമാല എന്താടാ താമസിച്ചേ? ഒന്നും പറയണ്ട, വരുന്ന വഴി നമ്മൾ അശോകനെ കണ്ടു. പിന്നെ അങ്ങേരെ കൊണ്ട് വീട്ടിലാക്കി. അതാ താമസിച്ചേ. നീക്കെന്ന് തുടങ്ങാത്ത ഡേയ്, കഴിഞ്ഞോണം നീയല്ലേ ക്ലാസ് എടുത്ത് വെച്ചത്? ബെസ്റ്റ്. ഒന്നാമത് സമയമില്ല, എനിക്ക് ഓട്ടം ഉള്ളതാണ്. ക്ലാസ് ദിനേശേട്ടാ, കുപ്പി വേറെ ഉണ്ടല്ലേ? എൻ്റെ പൊന്നോ തരാ. ജോസഫേ, വേറെ എടുക്കണോ? അല്ലെങ്കിൽ ഇന്ന് വേണ്ട ഏട്ടാ, എനിക്കൊരു ഓട്ടം ഉള്ളതാണ്. ഓവറായി ശരിയാവില്ല. ദിനേശേട്ടാ, എന്താടാ എൻ്റെ വിസയുടെ കാര്യം? നിങ്ങൾ ചുമ്മാ ഇവ എത്ര പേരെടുത്ത് വിസ ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ആരെ കണ്ടാലും വിസ 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 വിസ. അല്ലെങ്കിൽ നിനക്കൊന്നും പിടിക്കൂലടേ, നമ്മളിത് രക്ഷപ്പെട്ടു പോയല്ലോ. ഡേയ്, നീ 2 ഇല എത്തിപ്പിച്ച്. ഓ മിച്ചർ ചുമ്മാ വാരി തിന്നല്ലോ കേട്ടാ. സുനിലേ, ഞാനിനി പോകുന്നില്ലടാ. മടുത്തു എനിക്ക് പ്രവാസി ജീവിതം. ഇതൊക്കെ കുറേ കേട്ടിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചാ അതാ നല്ലത്. അറബിക്കാൻ വേണ്ടി പണിയെടുക്കാൻ മടുത്തു. ഒരു ഓട്ടോ വാങ്ങണം ഇവിടെ നിങ്ങളുടെ കൂടെ നമ്മുടെ സ്റ്റാൻഡിൽ. എനിക്ക് ജീവിക്കാൻ അതൊക്കെ മതി. മടുത്തു അവിടെ. കേൾക്കാൻ നല്ല രസമുണ്ട്. ഓട്ടോ ഓട്ടോ. എൻ്റെ പൊണ്ണണ്ണ, നിങ്ങൾ പറയുന്നത് കേൾക്ക്. ഇവിടെ നമുക്കേ ഓട്ടോ ഇല്ല. രാവിലെ വരും, വായി നോക്കും, പോവും. ഇവിടെ എല്ലാ വീട്ടിലും 1, 2 വണ്ടിയുണ്ട്. ഇവൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇത് തന്നെയല്ലേ പറഞ്ഞു. നീ പോയിരുന്നാലേ ആ പണി തീരാതെ കിടക്കുന്ന വീടിൻ്റെ പണിയാര് തീർക്കും. അളിയാ, നീ ഒരു കാര്യം ചെയ്യും, ഒരു പലചരക്കട തുടങ്ങും. അതാണ് നല്ലത്. നീയൊക്കെ എല്ലാവരും കൂടെ എന്നാണ് കുത്തോളം അരപ്പിക്കോടെ. ആണാ സ്റ്റാൻഡ് ഞാൻ ശരിയാക്കി തരും. അയ്യോ സമയം വേഗം വേഗം അടുത്ത വഴി വേഗം ഓട്ടോ വേഗം. സിറ്റിയിലൊരു ഓട്ടോ കൊടുക്കുന്നുണ്ട്. അതൊന്നും വേണ്ട, അതൊക്കെ ഓടി പണ്ടാറിയാൽ നമുക്ക് പുതിയത് വാങ്ങാം. ഇല്ലളിയോ, അതെനിക്ക് അറിയാവുന്ന ഓട്ടോ. നമ്പറുണ്ടോ? നമ്പർ തരാം. പോവാം. ഈ ഗ്ലാസ് ഒക്കെ ഒന്ന് എടുത്ത് വെക്കണേ. ഞാൻ ബോട്ടിലും വിടാം. എനിക്ക് ഓട്ടോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് അത് പിന്നെ ചെറിയ ഓട്ടോ. അവൻ്റെ ഒരു ചേരി. ആണാ, നിങ്ങൾ ഒരിക്കൽ കൂടെ ദുബായി പോയിട്ട് എൻ്റെ വിസ ശരിയായി തരണം. നിനക്കോ? പിന്നെ അവന്മാരൊക്കെ തല്ലിപ്പൊളി ആട്ട് നമുക്ക് വേണ്ട. അണ്ണന് നോക്ക്, എൻ്റെ ആട്ട തരും. മനസ്സിലായ? അണ്ണ എൻ്റെ ആട്ട ഇവിടെ കിടന്ന് ഓടണം. അപ്പൊ നീ ആരോടെ ഓടും? ഞാൻ അവിടെ പോയി ശേഖന്മാരോടെ ആട്ടം. നിനക്ക് ഷെയ്ക്കിൻ്റെ ഈ ഷേക്കിൻ്റെ വീട്ടിലെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടോ? ഉണ്ട്, 2 എണ്ണം. എങ്കിൽ ഞാൻ അവിടെ പോയി ഓട്ടോ എടുത്തിട്ട് ജോസഫേ, ഇപ്പൊ വെള്ളത്തിൽ ചാടാൻ സമയലടാ. വെള്ളത്തിൽ ചാടി. പിന്നെ വാ വേണം എൻ്റെ ഒരു കാര്യം. വെള്ളം കണ്ട
ഞാൻ കയറി വാടാ വെള്ളം കിടക്കാതെ. ഞാൻ പറയും കപ്പാസിറ്റി വിളിച്ചിട്ട് വരല്ലെന്ന്. അണ്ണാ ദിനേശണ്ണ എൻ്റെ വിസ കയറി വാ. അണ്ണാ 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 നോക്ക് ഇറങ്ങണ പിന്നെ പിടിക്കടാ. കാലിൽ പിടിക്കുക. സുല്ലേടാ ഓട്ടോ ഓടറാ. ദിനേശടാ ദിനേശിന്റെ ആൾക്കാർ കയറി പറഞ്ഞേ. മക്കളെ മക്കളെ നാസറേ നിനക്കൊക്കെ മതിയായില്ലടാ, ഇറങ്ങിപ്പോടാ. ഇപ്പോഴും അമ്മ കുടിച്ചിട്ടാണ് വന്നത്. ഇങ്ങനോട് ഞാനൊരു 100 വർഷം പറഞ്ഞാണ് അമ്മരുടെ കൂട്ട് കൂട്ടുന്നത്. അതെങ്ങനാ, നീ അമ്മ ആള് തന്നെയല്ലേ? എത്ര പ്രാവശ്യം പറഞ്ഞാണ്. ഇപ്പോഴും ബോട്ടിലും കൊണ്ടായിരിക്കും വന്നത് അല്ലേ? എടാ ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? മക്കളെ എന്റെ മക്കളെ പോയടാ നീ. അജിത്ത് വരുന്നുണ്ട്. ആ അവൻ എല്ലാ കാര്യവും അറിയാടേ. അവനെ നീ ശരിയായിട്ട് വിട്ടിട്ടുണ്ട്. എനിക്കെന്തോ ഒരു പന്തിയോട് തോന്നുന്നു. ദിനേശേട്ടൻ മരിച്ചതിന് ശേഷം മിണ്ടിയിട്ടില്ല. ഡേ ഇവൻ്റെ ലീവൊന്നും കഴിഞ്ഞില്ലേ? നീട്ടി കാണും. അവൻ ഇങ്ങോട്ട് തന്നെയാണോ വരുന്നത്? നമുക്കൊന്ന് വിളിച്ചാലോ? അവൻ ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. വരട്ടെ, നമുക്ക് അവൻ്റെ അടുത്ത് സംസാരിച്ച് നോക്കാം. ഡാജിത്തെ നിന്റെ ലീവൊന്നും കഴിഞ്ഞില്ലേടാ? 10 ദിവസം കൂടി നീട്ടി. നിങ്ങളെന്താ തന്നെ വിളിക്കായിരുന്നു? ഏതാ ബ്രാൻഡ്? ഓ ഞങ്ങളൊരു ചെറുത് എത്ര. പിന്നെ നിനക്കറിയാമല്ലോ, നാട്ടുകാരൊക്കെ പറഞ്ഞിറങ്ങുന്നത് ഞങ്ങൾ കുടിപ്പിച്ച് കൊന്നെന്താ. ഒന്നും മനഃപൂർവ്വം അല്ലടാ. അത് പോട്ടെ. ചേട്ടന് കൊളസ്ട്രോൾ ആയിരുന്നേ. ഗൾഫിൽ വെച്ച് സ്ഥിരം വെള്ളം ഓടിയായിരുന്നു. ആരോഗ്യം നോക്കില്ല. എത്ര പറഞ്ഞാലും കേൾക്കത്തുമില്ല. എല്ലാം വിധി. അല്ലെ എനിക്ക് ഈ ഒരു പെഗ് മതി. ഞാൻ ഇപ്പോൾ അധികം കഴിക്കാറില്ല. പിടേ നീയെങ്കിലും നമ്മളെ മനസ്സിലാക്കിയല്ലോ, അത് മതി. വഴി കളിയാ അളിയാ, നമുക്ക് പോയാം. എനിക്ക് ഓട്ടം ഉണ്ട്. ഇരിയളിയാ, എന്ത് ഇത്ര തിരക്ക്? എന്നാ വെച്ചാൽ സൊല്ലേ, നമുക്ക് പോയാലോ? ശരിയാ, പോവാ. പോവാം.
നിക്കടേ. ചേട്ടാ എന്റെ വിസോനം തരാതെ പോയല്ലേട്ടാ. പോയത് എന്റെ എണ്ണാളാ നീയൊക്കെ ചേർന്നാ തിന്നത്. പിന്നെ ഒന്ന് ഒറ്റയാളത്തെ ഞാൻ വെറുതെ വിചാരിക്കും. മോനെ ഞങ്ങളല്ലേ ഇത് ചേട്ടൻ നീ വിചാരിക്കണ പോലെ ഒന്നല്ല. അവൻ പാവമാണ്. നീ കത്തി മാറ്റി അയത്തെ അവനെ രക്ഷിക്കണം. അയത്തെ അവിടെ ഇരിക്കാൻ അയത്തെ അവിടെ ഇരി നീ ജോസഫേ ഇറങ്ങും. സുല്ലേ 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 സുല്ലേടാ സുല്ലേ ദാ, സുല്ലേ പണിയടാ കാണിച്ചത്. സുല്ലേ സുല്ലേ എനിക്ക് വനങ്ങുന്നില്ലടാ കണ്ണുറക്കണം. സുല്ലേ ഡാ സുല്ലേടാ. ഡാ സുല്ലേ മാറ എന്താണ് നീ ചെയ്യുന്നത്? പറയടാ. ഡാ നീ എന്ത് ചെയ്യുന്നു? അയത്താടാ നീ എന്തീ കാണിക്കുന്നേ? സുല്ലേ എന്തേലും ഒന്ന് പറയടാ. ഇവനാണെ കണ്ണും തുറക്കണില്ലല്ലോ. സുല്ലേ ജോസഫേ എന്ത് ചെയ്യുന്നു? ഇല്ലടാ. സുല്ലേ സുല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ. എടാ എടാ അച്ചാറും മിച്ചറും നക്കാൻ നിൽക്കാതെ എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ പോയി ഈസി ചെയ്യടാ. നീയൊക്കെ അന്ന് ഇത് ചെയ്തിരുന്നെങ്കിൽ എന്റെ ചേട്ടൻ എന്നും ജീവനോടെ ഉണ്ടായിരുന്നേ. ഇല്ലേ ഒന്നുമില്ലടാ ഒന്നുമില്ല.